യുദാസിനെ നോക്കി ഈശോ പറഞ്ഞു, ജനിക്കാതിരുന്നെങ്കിൽ അവർ നന്നായിരുന്നു എന്ന്. ഇത് തന്നെ ആയിരിക്കുമെന്ന് കർത്താവ് ഈ പുരോഹിതരോട് പറയുക. നിങ്ങൾ ദൈവത്തിന്റെ ആലയമാണ്, ദൈവാത്മാവ് നിങ്ങൾ വസിക്കുന്നുവെന്ന് നിങ്ങൾ അറിയുന്നില്ലേ? ദൈവത്തിന്റെ ആലയം നശിപ്പിക്കുന്നതിനെ ദൈവവും നശിപ്പിക്കും. പൗരോഹിത്യത്തെ കുറിച്ചുള്ള ബൈബിൾ അടിസ്ഥാനവും സഭാപരമായ അടിസ്ഥാന പാഠങ്ങൾ പഠിപ്പിക്കാതെ ക്രിസ്തു ശിഷ്യൻ ആരായിരിക്കണമെന്നും എന്തായിരിക്കണമെന്നുള്ള ബോധ്യങ്ങൾ നൽകാത്ത പഠനങ്ങളും പരിശീലനങ്ങളും നിരർത്ഥവും ബലശൂന്യങ്ങളുമാണെന്നതിന് സ്പഷ്ടമായ തെളിവാണ് ഇന്ന് പുരോഹിതരുടെ ആത്മഹത്യകൾ. അധ്വാനിക്കുന്നവരെയും ഭാരം വഹിക്കുന്നവരെയും സമാശ്വസിപ്പിക്കുകയും ഹൃദയം തകർന്നവരെ സ്വാധീനപ്പെടുത്തുകയും അവർക്ക് അത്താണിയായിരിക്കുകയും ചെയ്യുന്ന ക്രിസ്തുവിന്റെ കരങ്ങളിലാണ് അവൻ ചെന്ന് വീഴേണ്ടത്, അല്ലാതെ ഒരു മുഴുവൻ കയറിന്റെ അറ്റത്തല്ല. പൗരോഹിത്യം ഇന്ന് പലർക്കും ശ്രേഷ്ഠമായ ഒരു തൊഴിലായി മാറിയിരിക്കുന്നു. സമൂഹത്തിൽ സ്ഥാനവും മാനവും അന്തസ്സും മെയ്യനക്കാതെ മേനി വിയർക്കാതെ അടിച്ചുപൊളിച്ച് ജീവിക്കാനുള്ള മാർഗം അതാണ് ഇന്ന് പൗരോഹിത്യം. ആത്മാർത്ഥമായ ആത്മീയ ജീവിതം നയിക്കുന്ന എത്ര പുരോഹിതരുണ്ട്, പ്രത്യേകിച്ച് യുവ പുരോഹിതർ, കൊച്ചന്മാർ. പള്ളി മേടയിലാണ് ജീവിതം, പക്ഷേ തൊട്ടടുത്ത പള്ളിയിലെ അൾത്താരയ്ക്ക് മുന്നിൽ വിശുദ്ധ കുർബാന എഴുന്നള്ളിച്ച് വെച്ച് കേവലം 5 മിനിറ്റെങ്കിലും ദൈവസന്നിധിയിൽ ചിലവഴിക്കുന്ന എത്ര വൈദികരുണ്ട് ഇന്ന് കേരളത്തിന് അകത്തും പുറത്തും. ആരുപേക്ഷിച്ചാലും ആരൊറ്റപ്പെടുത്തിയാലും ഏത് ഏകാന്തയിലും ഏത് ദുഃഖാനുസരണയിലും ഏത് തളർച്ചയിലും തകർച്ചയിലും അസ്വസ്ഥരാകാതെ ദൈവത്തിലും ക്രിസ്തുവിലും വിശ്വസിക്കാൻ ആഹ്വാനം ചെയ്ത ആ ക്രിസ്തുവിലാണ് മനുഷ്യരിൽ അല്ലാതെ ആശ്രയിക്കേണ്ടതും അഭയം തേടേണ്ടതും. ആ ക്രിസ്തുവിന്റെ പാദപീഠത്തെങ്കിലാണ് നീ നിന്റെ ജീവിതം അടിയറ വെക്കേണ്ടത്, അല്ലാതെ ഒരു മുഴുവൻ കയറിലോ ഒരാൾ പാഷാണത്തിലോ അല്ല. സ്നേഹമുള്ളവരെ, ഒരു പുരോഹിതൻ അല്ല, ഒരു കത്തോലിക്ക പുരോഹിതൻ ആത്മഹത്യ ചെയ്യുകയോ അസാധ്യമെന്നും അസംഭവ്യമെന്നും ഒരുപക്ഷെ ഒരു കാലത്ത് കരുതിയിരുന്നതും വിശ്വസിച്ചിരുന്നതും ഇന്നിന്റെ കാലഘട്ടത്തിൽ ഒരു സാധാരണ സംഭവമായി തീരുന്നു. പുരോഹിതരുടെ ആത്മഹത്യ ഒരുപക്ഷെ ഇന്ന് ചില മാധ്യമങ്ങൾക്ക് വരുമാനം കൂട്ടാനുള്ള ഒരു മാർഗം എന്നതിൽ കവിഞ്ഞ് ഒരു വാർത്തയെ അല്ലാതായിട്ടുണ്ട്. ഒരു സാധാരണ വ്യക്തി തൻ്റെ അറിവില്ലായ്മ കൊണ്ട്, അജ്ഞത മൂലം തൻ്റെ ജീവിത സാഹചര്യങ്ങളുടെ സന്നിഗ്ധ അവസ്ഥയിൽ ആത്മഹത്യ ചെയ്യുന്നുവെങ്കിൽ മാനുഷികമായ കാഴ്ചപ്പാടിൽ അത് നമുക്ക് ഉൾക്കൊള്ളുവാൻ കഴിഞ്ഞുവെന്ന് വരാം. പക്ഷേ ആധ്യാത്മികതയുടെ പരിപാലകനും പ്രബോധകനും മാതൃകയും എല്ലാത്തിനും ഉപരി വിശ്വാസ സമൂഹത്തിന് മുമ്പാകെ സഭയുടെ ശിരസായ ക്രിസ്തുവിന്റെ പ്രതിപുരുഷനുമായ ഒരു വൈദികൻ ആത്മഹത്യ ചെയ്യുക, അത് ഏത് വിധത്തിലാണ് നീതീകരിക്കുവാൻ കഴിയുക? ആത്മഹത്യ നീതിക്കും പ്രത്യാശയ്ക്കും സ്നേഹത്തിനുമെതിരായ ഗൗരവമുള്ള തെറ്റാണ്. 5-ാം പ്രമാണം അത് വിലക്കുന്നു. ഇതാണ് കത്തോലിക്ക സഭയുടെ മതബോധന ഗ്രന്ഥം 2325-ാം പാരഗ്രാഫിൽ പഠിപ്പിക്കുന്നത്. കൊല്ലരുത്, ഇതാണ് 5-ാം പ്രമാണം. അവരനെ കൊല്ലുന്നതും ഗർഭത്തിലെ ശിശുവിനെ കൊല്ലാക്കൊല ചെയ്യുന്നതും അവശരെയും അശരണരെയും അധികപ്പറ്റെന്ന് കരുതുന്നവരെയും സമൂഹത്തിൽ നിന്ന് തുടച്ചു നീക്കുന്ന കാരുണ്യവധം പോലെ തന്നെ തന്നെ സ്വയം കൊല്ലുന്ന ആത്മഹത്യയും ഈ 5-ാം പ്രമാണത്തിന് ലംഘനമാണ്. അത് അൽമായനോ പുരോഹിതനോ ആര് തന്നെ ആയാലും അത് പാപമാണ്, അതും മാരക പാപം. അപ്പോൾ ആത്മഹത്യ അതിനാൽ തന്നെ മാരക പാപമായിരിക്കെ പാപത്തെക്കുറിച്ചും നീതിയെക്കുറിച്ചും സ്നേഹത്തെക്കുറിച്ചും ശിക്ഷാവിധിയെക്കുറിച്ചും ന്യായവിധിയെക്കുറിച്ചും ഒക്കെ, അതുപോലെ നരകത്തെക്കുറിച്ചും തന്റെ അധികരണത്തെ പഠിപ്പിക്കുകയും പ്രബോധിപ്പിക്കുകയും ചെയ്യാൻ കടപ്പെട്ട ഒരു പുരോഹിതൻ തന്നെ ആ മാരക പാപം ചെയ്യുക, ആ അവസ്ഥാവിശേഷം തീർച്ചയായും അചിന്തനീയം തന്നെയാണ്. എന്തുകൊണ്ടാണ് ഒരു പുരോഹിതൻ ആത്മഹത്യക്ക് തയ്യാറാവുക? താൻ ആരെന്ന ബോധ്യമില്ലാത്തത് കൊണ്ടാണ് ഒരു പുരോഹിതൻ ആത്മഹത്യ ചെയ്യുക. ഒരു പുരോഹിതൻ അതിനെക്കുറിച്ചുള്ള അവബോധമുണ്ടെങ്കിൽ പുരോഹിതൻ എന്ന നിലയ്ക്ക് താൻ ആരെന്നും തനിക്ക് ലഭിച്ചിരിക്കുന്ന പൗരോഹിത്യം എന്തെന്നും ആ പൗരോഹിത്യത്തിന്റെ അർത്ഥവും മൂല്യവും നിലയും വിലയും പൗരോഹിത്യത്തിലെ ദൈവികതയും തിരിച്ചറിവുള്ള ഒരു പുരോഹിതനും ഒരിക്കലും ആത്മഹത്യക്ക് തയ്യാറാവുകയില്ല, അവന് അതിന് കഴിയുകയില്ല. ആരാണ് ഒരു പുരോഹിതൻ? എവിടെയോ ചില കമന്റുകളിൽ വായിക്കുകയും കേൾക്കുകയും ചെയ്യുകയുണ്ടായി, പുരോഹിതനും ഒരു സാധാരണ മനുഷ്യനല്ലേ എന്ന്. അല്ല, കത്തോലിക്ക സഭയിലെ ഒരു പുരോഹിതൻ ഒരിക്കലും ഒരു സാധാരണ മനുഷ്യനല്ല. എന്താണ് അവനൊരു സാധാരണ വ്യക്തിയിൽ നിന്ന് വ്യതിരക്തനാക്കുന്നത്? പുരോഹിതൻ പരിശുദ്ധാത്മാവിന്റെ അഭിഷേകത്താൽ ഒരു സവിശേഷ മുദ്ര കൊണ്ട് അടയാളപ്പെടുത്തുകയും പുരോഹിതർക്ക് ശിരസ്സായ ക്രിസ്തുവിന്റെ വ്യക്തിത്വത്തിൽ പ്രവർത്തിക്കുവാൻ കഴിയത്തക്ക വിധം പുരോഹിതനായ ക്രിസ്തുവിനോട് അനുരൂപപ്പെടുകയും ചെയ്യുന്നു. യേശു ക്രിസ്തു എന്ന അതേ പുരോഹിതനിലെ വിശുദ്ധ വ്യക്തിയെയാണ് അവിടുത്തെ ശുശ്രൂഷ യഥാർത്ഥത്തിൽ സംവഹിക്കുന്നത്. ഈ ശുശ്രൂഷകൻ താൻ സ്വീകരിക്കുന്ന പൗരോഹിത്യ പ്രതിഷ്ഠ മൂലം മഹാപുരോഹിതനെ പോലെ ആയിത്തീരുന്നു. ക്രിസ്തുവിന്റെ വ്യക്തിത്വത്തോടും അവിടുത്തെ ശക്തിയോടും കൂടെ പ്രവർത്തിക്കാനുള്ള അധികാരം അദ്ദേഹത്തിന് ലഭിക്കുന്നു.
ഇതാണ് പുരോഹിതനെ കുറിച്ച് സഭയുടെ മതബോധ ഗ്രന്ഥത്തിൽ 1544 പാരഗ്രാഫിൽ പറഞ്ഞിരിക്കുന്നത്. ഇതാണ് ഒരു കത്തോലിക്ക പുരോഹിതനെ ഇതര വ്യക്തികളിൽ നിന്നും വ്യത്യസ്തനാക്കുന്നത്. ജീവിക്കുന്ന ദൈവത്തിന്റെ പുത്രനായ യേശു ക്രിസ്തുവാണ് ഓരോ പുരോഹിതനും ജീവിക്കുക. ആ ക്രിസ്തു ആഹ്ലാനാണ് തന്റെ ജീവിതം ഒരു മുഴം കയറിൽ അല്ലെങ്കിൽ ഒരൗൺസ് പാഷാണത്തിൽ ഒടുക്കുന്നത്. മറ്റൊരു ക്രിസ്തുവാണ് ഓരോ പുരോഹിതനും എന്ന ബോധ്യമില്ലാത്തത് കൊണ്ടല്ലേ പുരോഹിതർ ആത്മഹത്യക്ക് മുതിരുന്നത്. ആരെയും വേദനിപ്പിക്കാനോ മുറിവേൽപ്പിക്കാനോ അല്ല ഞാനിത് പറയുന്നത്, സത്യം അതായതുകൊണ്ടാണ്. യുദാസിനെ നോക്കി ഈശോ പറഞ്ഞു, ജനിക്കാതിരുന്നെങ്കിൽ അവർ നന്നായിരുന്നു എന്ന്. ഇത് തന്നെ ആയിരിക്കുമെന്ന് കർത്താവ് ഈ പുരോഹിതരോട് പറയുക. തന്റെ ശരീരത്തിന്റെ ശിരസും തന്റെ അധികരണത്തിന്റെ ഇടയനും വീണ്ടെടുപ്പ് ബലിയുടെ മഹാപുരോഹിതനും സത്യത്തിന്റെ പ്രബോധകനും എന്ന നിലയിൽ ക്രിസ്തു തന്നെയാണ് തിരുപ്പണ്ടം സ്വീകരിച്ച ശുശ്രൂഷകരുടെ തന്റെ സഭയെ ധനികനാകുന്നത്. ഇതെന്റെ ഭാവനയിൽ ഉതർന്ന വാക്കുകളല്ല, സഭയുടെ പഠനമാണത്. ദൈവജനത്തിന്റെ മുമ്പിൽ നിന്നുകൊണ്ട് അവരെ ദൈവസന്നിധിയിലേക്ക് നയിക്കുകയും അതിനായി ദൈവത്തിന്റെ ഹിതമറിഞ്ഞത് അവരോട് പ്രഘോഷിക്കുകയും ചെയ്യുന്നവരാണ് പുരോഹിതന്മാർ. ദൈവവുമായുള്ള ബന്ധത്തിൽ അവർ ദൈവജനത്തിന്റെ മാർഗദർശിയാണ്. ബെസ്റ്റ് എന്താണ് ഈ വൈദിക ദൈവജനത്തിന് നൽകുന്ന മാർഗദർശനം? ജീവിതത്തിലെ പ്രശ്നങ്ങളും വൈതരണങ്ങളും വൈഷമ്യങ്ങളും ഉണ്ടാകുമ്പോൾ കൊല്ലുക, സ്വയം കൊല്ലുക. നീ നിന്റെ ജീവിതം ഒരു മുഴം കയറിൽ അവസാനിപ്പിച്ചു കൊള്ളൂ. ഇതല്ലേ ഈ ആത്മഹത്യാ പുരോഹിതർ ദൈവജനത്തിന് നൽകുന്ന മാർഗദർശനം? ഇവരെ കുറിച്ചാണ് മത്തായി 12:6 ഈശോ പറഞ്ഞത്, എന്നിൽ വിശ്വസിക്കുന്ന ഈ ചെറിയവരിൽ ഒരുവന് ദുഷ്പ്രേരണ നൽകുന്ന ആരായാലും അവന് കൂടുതൽ നല്ലത് കഴുത്തിൽ ഒരു വലിയ തിരികല്ല് കെട്ടി കടലിന്റെ ആഴത്തിൽ താഴ്ത്തപ്പെടുകയായിരിക്കുമെന്ന്. ജനിക്കാതിരുന്നെങ്കിൽ അവർ നന്നായിരുന്നു. ഈശോ യുദാസിനെ കുറിച്ച് പറഞ്ഞ ഈ വചനം ഇവരെ സംബന്ധിച്ചും തീർത്തും അനർത്ഥമാണ്. പ്രത്യേക ദൈവത്തിൽ വിശ്വസിക്കുന്ന ഒരു ക്രിസ്ത്യാനിക്ക്, ഒരു പുരോഹിതന് എങ്ങനെ ദൈവം ദാനമായി നൽകിയ ജീവനെ ഹനിക്കാനും ആ ജീവിതത്തെ നശിപ്പിക്കാനും കഴിയും? ജീവന്റെ ഉറവിടം ദൈവമാണ്. ആ ദൈവത്തിന്റെ ദാനമാണ്, അത് പരിശുദ്ധമാണെന്നും ആ ജീവന്റെ മേൽ മനുഷ്യ അവകാശമില്ലെന്നുമാണ് സഭ പഠിപ്പിക്കുന്നത്. ജീവന്റെയും മരണത്തിന്റെയും മേൽ ദൈവത്തിന് മാത്രമാണ് അധികാരം. ആ സ്ഥിതിക്ക് സ്വന്തം ജീവിതമോ ഇതര ജീവിതങ്ങളോ നശിപ്പിക്കുന്നവർ സ്വയം ദൈവമായി പ്രഖ്യാപിക്കുകയല്ലേ ചെയ്യുന്നത്. അതുവഴി അവർ ഒന്നാം പ്രമാണത്തിനെതിരായി കൂടി പാപം ചെയ്യുന്നു. പരിശുദ്ധ ത്രിത്വത്തിലെ രണ്ടാമത്തെ ആളായ ക്രിസ്തുവിന്റെ സാദൃശ്യത്തിലാണ് ഓരോ മനുഷ്യനും സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്നത്. ആ പുത്രന്റെ ജീവനെയാണ് മനുഷ്യർക്ക് നൽകിയിരിക്കുന്നത്. മനുഷ്യ ജീവൻ ഹനിക്കുന്നവർ ക്രിസ്തുവിനെയാണ് ഹനിക്കുന്നത്. നിങ്ങൾ ദൈവത്തിന്റെ ആലയമാണ്, ദൈവാത്മാവ് നിങ്ങൾ വസിക്കുന്നത് നിങ്ങൾ അറിയുന്നില്ലേ? ദൈവത്തിന്റെ ആലയം നശിപ്പിക്കുന്നതിനെ ദൈവവും നശിപ്പിക്കും. 1 കൊരിന്ത്യർ 3:16-17 വചനങ്ങൾ. ശുശ്രൂഷ പൗരോഹിത്യം എന്ന ശ്രേഷ്ഠമായ വിളിയിലൂടെ മറ്റൊരു ക്രിസ്തുവാൻ വിളിക്കപ്പെട്ട വന്ധ്യ പുരോഹിതരെ വിശുദ്ധ ലിഖിതവും തിരുവചനങ്ങളും വിശ്വാസ സത്യങ്ങളും ദൈവിക കൽപ്പനകളും സരിസഭയുടെ പഠനങ്ങളും പ്രബോധനങ്ങളും നിങ്ങൾക്ക് അറിവില്ലെങ്കിൽ നിങ്ങളെ പരമേൽപ്പിച്ചിരിക്കുന്ന അജഗണത്തെ നിങ്ങൾ എങ്ങനെ പ്രബുദ്ധരാക്കും, ആത്മീയരാക്കും, ദൈവജനമായി രൂപപ്പെടുത്തും? അതുകൊണ്ടാണ് ദൈവം മലാക്കി പ്രവാചകനിലൂടെയും ഓസിയ പ്രവാചകനിലൂടെയും ഇങ്ങനെ പറഞ്ഞു വെച്ചിരിക്കുന്നത്, പുരോഹിതൻ അധരത്തിൽ ജ്ഞാനം സൂക്ഷിക്കണം, ജനം പ്രബോധനം തേടി അവനെ സമീപിക്കണം, അവൻ സൈന്യങ്ങളുടെ ദൂതനാണ്. എന്നാൽ നിങ്ങൾ വഴിതെറ്റിപ്പോയിരിക്കുന്നു, നിങ്ങളുടെ ഉപദേശം അനേകർക്ക് ഇടർച്ചയ്ക്ക് കാരണമായി. പുരോഹിത, നിനക്കെതിരെയാണ് എന്റെ ആരോപണം. നീ ജ്ഞാനം തിരസ്കരിച്ചതുകൊണ്ട് എന്റെ പുരോഹിതനായിരിക്കുന്ന നിന്ന് ഇന്ന് ഞാൻ തിരസ്കരിച്ചിരിക്കുന്നു. ദൈവസന്നിധി തിരസ്കരിക്കപ്പെടുക, അതാണ് പുരോഹിത ആത്മഹത്യക്ക് കാരണം. ഈ അറിവില്ലായ്മയും അജ്ഞതയും പുരോഹിതരുടെ വൈദികാർത്ഥിയുടെ പരിശീലന കാലത്തെ സെമിനാരി ജീവിതത്തിലെ പോരായ്മകളിലേക്കും വിരച്ചുകൊണ്ടുന്നുണ്ട്. അവിടങ്ങളിൽ അവർക്ക് നൽകപ്പെടുന്ന തികച്ചും തെറ്റായ പഠന രീതികളും അവയിലെ ബോധ്യങ്ങളും പരിശീലനങ്ങളും പൗരോഹിത്യത്തെ കുറിച്ച് തികച്ചും തെറ്റായ ധാരണയാണ്, ബോധ്യങ്ങളാണ് അവരിൽ ഉണർത്തുക. ഇത് യുവ പുരോഹിതർ ആത്മഹത്യക്ക് തുനിയുന്നതിന് മറ്റൊരു കാരണവും ഇത് തന്നെയാണ്. എല്ലാവിധ സുഖ സൗകര്യങ്ങളുടെയും സുഖലോലുപതകളുടെയും സമർത്ഥയുടെയും ആഹ്ലാദത്തിന്റേതുമായ സെമിനാരി ജീവിതത്തിന് ശേഷം പിന്നീട് അവർ പൗരോഹിത്യ ജീവിതത്തിൽ പ്രവേശിക്കുമ്പോൾ അവർ യഥാർത്ഥത്തിൽ നേരിടേണ്ടി വരുന്ന, അനുഭവിക്കേണ്ടി വരുന്ന കഷ്ടപ്പാടുകളെയും ക്ലേശങ്ങളെയും വൈഷമ്യങ്ങളെയും വൈദ്യുതികളെയും കുറിച്ച് അവർക്ക് യാതൊരു ഉൾക്കാഴ്ചയും ഇല്ലെന്ന് മാത്രമല്ല, അത് അവരുടെ ചിന്തയിലോ ഭാവനയിൽ പോലുമോ ഒരിക്കലെങ്കിലും വിഷയീഭവിച്ചിട്ടില്ല എന്നതാണ് സത്യം. പൗരോഹിത്യ ജീവിതത്തിൽ അവർ അനുഭവിക്കേണ്ടി വരുന്ന വൈഷമ്യങ്ങളെ കുറിച്ച്, നേരിടേണ്ടി വരുന്ന പ്രതിസന്ധികളെ കുറിച്ച്, ഏറ്റെടുക്കേണ്ട ജീവിത ഭാരത്തെ കുറിച്ച്, അവർ വഹിക്കേണ്ടി വരുന്ന കുരിശുകളെ കുറിച്ച് അവർ അജ്ഞരാണ്. മാത്രമല്ല, സെമിനാരിക്ക് പുറത്ത് ഇടവകകളിൽ വിവിധങ്ങളായ സ്ഥാപനങ്ങളിൽ ആഡംബരങ്ങളിലും ആർഭാടങ്ങളിലും സുഖലോലുപലതയിലും അടിച്ചു പൊളിച്ച് വിലസുന്ന കൊച്ചന്മാരുടെയും യുവ വൈദികരുടെയും സമ്പന്ന ജീവിതമാണ് അവരുടെ കൺമുൻപിൽ മാതൃകയായും ഭാവി സ്വപ്നമായി നിലകൊള്ളുന്നത്. തിയോളജിയും ഫിലോസഫിയും മറ്റു വിവിധങ്ങളായ പഠനങ്ങളും ഒക്കെ സെമിനാരി ജീവിതത്തിൽ സാധ്യമാകുമ്പോഴും പുരോഹിതൻ മറ്റൊരു ക്രിസ്തു ആയിരിക്കണമെന്നും ക്രിസ്തുവിന്റെ ജീവിതമാണ് നയിക്കേണ്ടതെന്നുമുള്ള അടിസ്ഥാന ബോധ്യം റെവലേഷൻ നൽകാത്ത സെമിനാരി പരിശീലനം അർത്ഥശൂന്യമാണ്. പൗരോഹിത്യത്തെ കുറിച്ചുള്ള ബൈബിൾ അടിസ്ഥിതവും
സഭാപരമായ അടിസ്ഥാന പാഠങ്ങൾ പഠിപ്പിക്കാതെ ക്രിസ്തു ശിഷ്യൻ ആരായിരിക്കണമെന്നും എന്തായിരിക്കണമെന്നുള്ള ബോധ്യങ്ങൾ നൽകാത്ത പഠനങ്ങളും പരിശീലനങ്ങളും നിരർത്ഥവും ബലശൂന്യങ്ങളുമാണെന്നതിന്റെ സ്പഷ്ടമായ തെളിവാണ് ഇന്ന് പുരോഹിതന്റെ ആത്മഹത്യകൾ. ക്രിസ്തുവിനെ യഥാർത്ഥമായി അറിഞ്ഞവന് ആത്മഹത്യക്ക് സാധിക്കുകയില്ല. വലിയ വിദ്യാർത്ഥിയുടെ റീജിയൻസി മറ്റ് പ്രാക്ടിക്കൽ പരിശീലനങ്ങൾക്ക് എല്ലാവിധ സുഖ സൗകര്യങ്ങളുമുള്ള സ്ഥലങ്ങളിലേക്ക് അയക്കുന്നതിന് പകരം ഭാരതത്തിന് വെളിയിൽ ഏതെങ്കിലും മിഷൻ രാജ്യങ്ങളിലേക്കും ദേശങ്ങളിലേക്കും അയക്കുക. സഹനം എന്തെന്നും ക്രിസ്തുവിന് വേണ്ടി എല്ലാവരും സഹിക്കുക എന്ന് പറയുന്നതിന്റെ അർത്ഥം എന്തെന്നും അപ്പോൾ അവർക്ക് മനസ്സിലാകും. അപ്പോൾ മാത്രമേ പൗരോഹിത്യ ജീവിതം ശുശ്രൂഷ ജീവിതമാണെന്നും അതിലേക്കാണ് ഞാൻ വിളിക്കപ്പെട്ടിരിക്കുന്നതെന്നും മനുഷ്യപുത്രൻ വന്നിരിക്കുന്നത് ശുശ്രൂഷിക്കപ്പെടാൻ അല്ല, ശുശ്രൂഷിക്കാനും സ്വന്തം ജീവൻ അനേകർക്ക് വേണ്ടി മോചന ദൈവമായി നൽകാനും മാത്രമേ എന്ന ക്രിസ്തുവാക്യത്തിന്റെ അർത്ഥവും വ്യാപ്തിയും ഈ വൈദികാർത്ഥികൾക്ക് മനസ്സിലാകൂ. അതല്ലാതെ ആധുനിക ജീവിത സൗകര്യങ്ങളുടെ നടുവിൽ എല്ലാവിധ സുഖ സുഷുപ്തിയിലും ആറാടി തിമിർത്ത് തനിക്ക് ചുറ്റും യഥേഷ്ടം സുഹൃത്ത് വലയങ്ങളും ആരാധകരും അങ്ങനെ ഒരു കൊച്ചു കോമരും രാജാവായി ജീവിതം ആടിത്തവർക്കുന്ന കൊച്ചന്മാർക്ക് ജീവിതത്തിൽ എന്തെങ്കിലും അല്പം തിക്താനുഭവങ്ങൾ ഉണ്ടായാൽ അത് താങ്ങാനുള്ള ത്രാണി അവർക്കില്ലാതെ പോകുന്നു. അപ്പോൾ അവർ തകർന്നു പോകുന്നു, വേദന കൊണ്ട് പുളയുന്നു, നിരാശയുടെ പടുകുഴിയിൽ വീണ് ഒടുവിൽ ആത്മഹത്യയിൽ അഭയം പ്രാപിക്കുന്നു, അവർ ജീവിതം ഒടുക്കുന്നു. എല്ലാം ശുഭം. ഒരു ചെറിയ ഭൂവക്കാല ഫേസ്ബുക്കിൽ കുറിച്ചിരിക്കുന്നത് കാണാനിടയായി. ഈ പുരോഹിതരും മനുഷ്യരാണ്. അവർക്ക് സാധാരണ മനുഷ്യരെ പോലെ കുടുംബമൊക്കെ നയിക്കാമായിരുന്നിട്ടും അവർ സഭയ്ക്ക് വേണ്ടി സമർപ്പിതരായി പല ലൗകിക സുഖങ്ങളെയും വെടിഞ്ഞ് ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാൻ സമർപ്പിച്ചവരാണ്. ഈ ജെറി ഭൂവക്കാല ആരെന്ന് എനിക്കറിയില്ല. പക്ഷെ ഒരു കാര്യം എനിക്കറിയാം, കത്തോലിക്ക പൗരോഹിത്യത്തെ കുറിച്ച്, പുരോഹിതരെ കുറിച്ച്, പൗരോഹിത്യ ദേവികളെ കുറിച്ച് ഒരു ചുക്കും അദ്ദേഹത്തിന് അറിയില്ല. സഹോദര, കത്തോലിക്ക സഭയിൽ പൗരോഹിത്യം ദൈവികമായ ഒരു വിളിയും തിരഞ്ഞെടുപ്പുമാണ്. പൗരോഹിത്യ ജീവിതം അത് ഒരു സഹനമോ ത്യാഗമോ അല്ല. ആരുടെയെങ്കിലും ഔദാര്യപൂർണമായ ത്യാഗജീവിതമോ അല്ലത്. അത് ആർക്കും സ്വീകരിക്കാതെ ഒന്നല്ല. അതൊരു ദൈവിക ദാനമാണ്. അത് ദൈവത്തിന്റെ വിളിയാണ്, ദൈവത്തിന്റെ തിരഞ്ഞെടുപ്പാണ്, ബോധപൂർവമായ ഒരു സമർപ്പണമാണത്. ദൈവത്തോടുള്ള സ്നേഹത്താൽ തന്നെ ദൈവത്തിന് മുമ്പിൽ അർപ്പിക്കുന്ന സ്വയം സമർപ്പണം. ഒരു വ്യക്തി ദൈവത്തിന്റെ വിളി സ്വീകരിച്ചുകൊണ്ട് തന്റെ ജീവിതം ദൈവത്തിനും ദൈവജനത്തിനും വേണ്ടി പൂർണ്ണമായി സമർപ്പിക്കുന്നതിനെയാണ് പൗരോഹിത്യത്തിലേക്കുള്ള ദൈവവിളി എന്നതുകൊണ്ട് വിവക്ഷിക്കുന്നത്. അങ്ങനെ സ്വയം സമർപ്പിച്ച ഒരു വ്യക്തി പൂർണ്ണമായും മറ്റൊരു ക്രിസ്തുവാണ്, ക്രിസ്തുവിൻ്റെതാണ്. അവൻ ലോകത്തിന് മരിച്ചവനാണ്. കർത്താവിനെ പ്രതിയാണ് എല്ലാം ഉപേക്ഷിച്ചതെങ്കിൽ പിന്നെ എന്തിനേ വിലാപം, എന്തിനേ നിലവിളി? അവന്റെ ജീവിത പ്രതിസന്ധികളിൽ, ദുഃഖങ്ങളിൽ, വേദനകളിൽ, ഒറ്റപ്പെടലുകളിൽ, ഏകാന്തതകളിൽ ക്രിസ്തുവാണ് അവന്റെ അഭയവും ആലംബവും ആശ്രയവും ആശ്വാസവും അവന്റെ സ്വാതന്ത്ര്യവും താങ്ങും തണലും എല്ലാം. അധ്വാനിക്കുന്നവരെയും ഭാരം വഹിക്കുന്നവരെയും സമാശ്വസിപ്പിക്കുകയും ഹൃദയം തകർന്നവരെ സ്വാധീനപ്പെടുത്തുകയും അവർക്ക് അത്താണിയായിരിക്കുകയും ചെയ്യുന്ന ക്രിസ്തുവിന്റെ കരങ്ങളിലാണ് അവൻ ചെന്ന് വീഴേണ്ടത്, അല്ലാതെ ഒരു മുഴം കയറിന്റെ അറ്റത്തല്ല. ഈ ജെറി ഭൂവക്കാല തുടരുന്നു. ജീവിതത്തിൽ സാധാരണ മനുഷ്യരെ പോലെ ഒറ്റപ്പെടലും വിഷാദവും ഒക്കെ അവർക്കുമുണ്ട്. അത് പങ്കിടുവാൻ പങ്കാളിയോ മക്കളോ ഇല്ല എന്നുള്ളതാണ്. എനിക്ക് ഒരുപാട് പുരോഹിതന്മാരായ സുഹൃത്തുക്കളുണ്ട്. അവരാരും സ്വർഗത്തിൽ നിന്ന് പൊട്ടിമുളച്ചവരല്ല. നമ്മുടെ അതേ വികാരവും വിചാരവുമുള്ള മനുഷ്യർ. പുരോഹിതന്മാർ എല്ലാവരുടെയും സങ്കടം കേൾക്കുന്നവരാണ്. എന്നാൽ പുരോഹിതന്മാർ ആരോട് സങ്കടങ്ങൾ പറയും? സഹോദര, ഇവിടെ നിങ്ങൾക്ക് തെറ്റി. ഒരു പുരോഹിതന് ഇത്തരം സന്ദർഭങ്ങളിൽ അവരുടെ പരിഭവങ്ങളും പരിവേദനകളും നൊമ്പരങ്ങളും പങ്കുവയ്ക്കുവാനും അവരുടെ ഒറ്റപ്പെടലുകളിലും വിഷാദങ്ങളിലും അവർക്ക് സ്വാതന്ത്ര്യമേകുവാനും നിങ്ങൾ കരുതുന്ന വിധത്തിൽ കേവലം മാനുഷികമായ ആശ്രയ സങ്കേതങ്ങളെക്കാൾ ശക്തിയുണ്ട് ദൈവാശ്രയ സങ്കേതങ്ങളും ഇടങ്ങളുമുണ്ട്. അതിലൊന്നാം സ്ഥാനത്ത് നിൽക്കുന്നത് മറ്റാരുമല്ല, തന്നെ വിളിച്ച് പുരോഹിതനെ അഭിഷേകം ചെയ്ത നിത്യപുരോഹിതൻ ക്രിസ്തു തന്നെ. ഒരു പുരോഹിതന് തന്റെ ഹൃദയ രഹസ്യങ്ങളും ഹൃദയത്തിലെ നൊമ്പരങ്ങളും വേദനകളും ആകുലതകളും പങ്കുവെക്കാൻ അവനേക്കാൾ കൂടുതലായി അവരെ അറിയുന്ന അവരുടെ സന്തത സഹചാരിയും ഹൃദയേശ്വരനുമായ ക്രിസ്തു അല്ലാതെ മറ്റാരാണ് പകരമാകുക? രണ്ടാമത്, ഏതൊരു വ്യക്തിക്കും പ്രത്യേകിച്ച് ഒരു പുരോഹിതന്റെ ആത്മീയ യാത്രയിൽ, ആത്മീയ ജീവിതത്തിൽ ഒരു വിധത്തിലും ഒഴിച്ചുവിടാൻ വയ്യാത്തൊരു വ്യക്തിത്വമുണ്ട്, ഒരു ആത്മീയ പിതാവ്. ആത്മീയതയിലും ദൈവികതയിലും വളരുവാൻ സഹായിക്കുകയും ആത്മീയമായി ഒരുക്കുകയും നയിക്കുകയും അവരെ വിളിയുടെ സാക്ഷാത്കാരത്തിൽ സജ്ജമാക്കുകയും ചെയ്യാൻ ദൈവത്താൽ ദൈവത്തിനും ഉത്തരവാദിത്തപ്പെടുത്തവനുമായ ഒരു വ്യക്തിയാണ് ആത്മീയ പിതാവ്. 3, കുമ്പസാരക്കാരൻ. ഒരു കത്തോലിക്കന്റെ ആത്മീയ ജീവിതത്തിൽ അത് ആത്മീയ പുരോഹിതനോ എന്ന് പരിഗണനയില്ലാതെ ഒരുപക്ഷെ ആത്മീയ പിതാവിനേക്കാൾ പ്രാധാന്യമേറുന്ന വ്യക്തിയാണ് അവന്റെ കുമ്പസാരക്കാരൻ. ഈ 3 ഘടകങ്ങളുമില്ലാതെ ഒരു പുരോഹിതന്റെ ജീവിതം തികഞ്ഞ പരാജയമായിരിക്കും. ക്രിസ്തുവുമായി അഭേദ്യമായ ഒരു വ്യക്തിബന്ധം പുലർത്തുന്നില്ലെങ്കിൽ, തന്റെ പാപജീവിതം ഒരു കുമ്പസാരക്കാരന്റെ മുമ്പിൽ ഏറ്റുപറയുന്നില്ലെങ്കിൽ, തന്റെ ആത്മീയ ജീവിത യാത്രയിൽ തന്നെ നയിക്കുവാനും നിയന്ത്രിക്കുവാനും
ഒരു ആത്മീയ പിതാവ് ഇല്ലെങ്കിൽ പുരോഹിത അലർന്ന സിംഹത്തെ പോലെ ആരെ വിഴുങ്ങണമെന്ന് അന്വേഷിച്ചുകൊണ്ട് ചുറ്റി നടക്കുന്ന ആ പിശാച് നിന്നെ കീഴടക്കും. അവൻ നിന്റെ ജീവിതത്തെ ഒരു മുഴുവൻ കയറിന്റെ അറ്റത്ത് എത്തിച്ചിരിക്കും, ഉറപ്പ്. മറ്റൊരു ഫേസ്ബുക്ക് കമന്റിൽ വായിച്ചൊരു പരാതി, വൈദികർക്ക് വേണ്ടി പ്രാർത്ഥിക്കാത്തത് കൊണ്ടാണ് വൈദികർ പിഴച്ചു പോകുന്നത്, വഴിതെറ്റുന്നത്, ആത്മഹത്യ ചെയ്തത് എന്നാണ്. ഞാൻ അതിനോട് പൂർണ്ണമായും വിയോജിക്കുന്നു. കാരണം ദിനംതോറും നിലത്ത് വിരിച്ച കരിങ്കൽ ചീറുകളിൽ മുട്ടുകൂത്തി നിന്നും കൈകൾ ആവുന്നത്ര ഉയരത്തിൽ വിരിച്ചു പിടിച്ചും പുരോഹിതർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന അനേകരുണ്ട്. പുരോഹിത വഴിവിട്ട ജീവിതം കണ്ട് ഹൃദയം തകർന്ന് കണ്ണീരൊഴുക്കി നിലവിളിക്കുന്ന പ്രാർത്ഥിക്കുന്ന ആയിരങ്ങളും പതിനായിരങ്ങളും ഈ കേരളക്കരയിൽ തന്നെയുണ്ട്. എന്നിട്ടും എന്തേ നമ്മുടെ വൈദികർ പിഴയ്ക്കുന്നു? എന്തേ അവർക്ക് വഴിതെറ്റുന്നു? ആത്മഹത്യക്ക് തയ്യാറാകുന്നു? അത് പ്രാർത്ഥനയുടെ അഭാവമെങ്കിൽ, അത് പ്രാർത്ഥനയുടെ പോരായ്മയെങ്കിൽ, സ്നേഹമുള്ളവരെ, യൂദാസ് ഒരിക്കലും കർത്താവിനെ ഒറ്റയ്ക്കൊടുക്കില്ലായിരുന്നു. അവൻ ഒരിക്കലും കെട്ടിത്തൂങ്ങി ചാകില്ലായിരുന്നു. കാരണം അവനു വേണ്ടി പ്രാർത്ഥിച്ചതും മുന്നറിയിപ്പ് നൽകിയതും സാക്ഷാൽ ദൈവപുത്രനായ കർത്താവ് ഈശോ മിശിഹാ തന്നെ ആയിരുന്നു. എന്നിട്ടും എന്തേ അവൻ കർത്താവിനെ ഒറ്റക്കൊടുത്തു? എന്തേ അവൻ കെട്ടിത്തൂങ്ങി ചത്തു? കർത്താവിന്റെ പ്രാർത്ഥന അപര്യാപ്തമായിരുന്നുവോ? കർത്താവിന്റെ പ്രാർത്ഥനയ്ക്ക് ശക്തി പോരായിരുന്നുവോ? എന്തേ ആ പ്രാർത്ഥനകൾ ഫലിച്ചില്ല? അപ്പോൾ ഒരാൾ പിഴയ്ക്കുന്നതും വീണുപോകുന്നതും തൂങ്ങി മരിക്കുന്നതും പ്രാർത്ഥനയുടെ കുറവോ പോരായ്മ കൊണ്ടോ മാത്രമല്ല, കൃത്യത ഓരോരുത്തരും സ്വീകരിക്കുന്ന വ്യക്തിപരമായ നിലപാടാണ്. അത് അവരുടെ സ്വന്തം മനസ്സിൽ അവരുടെ തീരുമാനങ്ങളാണ്. ഉചിതമായി പ്രവർത്തിച്ചാൽ നീയും സ്വീകാരനാവുകയില്ലേ? നല്ലത് ചെയ്യുന്നില്ലെങ്കിൽ പാപം വാതിൽക്കൽ തന്നെ പതിയിരിപ്പെടുന്ന ഓർക്കണം. അത് നിന്നെ താല്പര്യം വെച്ചിരിക്കുന്നു, നീ അതിനെ കീഴടക്കണം. 34:7. അതാണ് വിശുദ്ധ അഗസ്തീനോസ് പറഞ്ഞത്. നിന്നെ കൂടാതെ നിന്നെ സൃഷ്ടിച്ച ദൈവത്തിന് നിന്നെ കൂടാതെ നിന്നെ രക്ഷിക്കാൻ സാധ്യമല്ല എന്ന്. അതുകൊണ്ട് ഇന്ന് പുരോഹിതൻ പിഴയ്ക്കുന്നുവെങ്കിൽ, വീണു പോകുന്നുവെങ്കിൽ, വഴിതെറ്റുന്നുവെങ്കിൽ അത് അവന്റെ തന്നെ പ്രവർത്തിയുടെ ഫലമാണ്. അത് മറ്റാരെയും കുറ്റപ്പെടുത്തുകയോ വഴിയാറിയോ ചെയ്യുന്നത് ശരിയല്ല. ആത്മാർത്ഥമായ ആത്മീയ ജീവിതം നയിക്കുന്ന എത്ര പുരോഹിതരുണ്ട്, പ്രത്യേകിച്ച് യുവ പുരോഹിതർ, കൊച്ചന്മാർ. പൗരോഹിത്യം എന്ന് പലർക്കും ശ്രേഷ്ഠമായ ഒരു തൊഴിലായി മാറിയിരിക്കുന്നു. സമൂഹത്തിന് സ്ഥാനവും മാനവും അന്തസ്സും മെയ്യനക്കാതെ മേനി വിയർക്കാതെ അടിച്ചുപൊളിച്ച് ജീവിക്കാനുള്ള മാർഗം അതാണ് ഇന്ന് പൗരോഹിത്യം. എത്ര വൈദികരുണ്ട് യഥാർത്ഥമായ പ്രാർത്ഥനാ ജീവിതം നയിക്കുന്നവർ. പുരോഹിതൻ പ്രാർത്ഥനയുടെ മനുഷ്യനായിരിക്കണം. ഈശോ കാണിച്ചത് മാതൃക അതാണ്. കാനൂന് നമസ്കാരം പല ദിവസവും ചെല്ലുക വൈദികർക്ക് കടമയാണ് എന്നാണ് എൻ്റെ അറിവ്. പക്ഷേ ആ പ്രാർത്ഥനാ പുസ്തകം തങ്ങളുടെ മുറിയിൽ എവിടെയാണെന്ന് എത്ര വൈദികർക്കറിയാം? രാവിലെ കഷ്ടിച്ച ഒരു കുർബാന ഇരുന്നതിൽ കവിഞ്ഞ് ജീവിതത്തിൽ ഒരിക്കൽ പോലും യാതൊരു പ്രാർത്ഥനയും ചെല്ലാത്തവരുടെ നല്ലൊരു ശതമാനം പുരോഹിതരും ഇത് തർക്കമിട്ട കാര്യമാണ്. എത്ര വൈദികർ ക്രമാനുസൃതം ആണ്ടിലൊരിക്കലല്ലാതെ പതിവായി കുമ്പസാരത്തിൽ കുദാശ കടയാറുണ്ട്. പള്ളി മേടയിലാണ് ജീവിതം. പക്ഷേ തൊട്ടടുത്ത പള്ളിയിലെ അൾത്താരയ്ക്ക് മുന്നിൽ വിശുദ്ധ കുർബാന എഴുന്നള്ളിച്ച് വെച്ച് കേവലം 5 മിനിറ്റെങ്കിലും ദൈവസന്നിധിയിൽ ചിലവഴിക്കുന്ന എത്ര വൈദികരുണ്ട് ഇന്ന് കേരളത്തിന് അകത്തും പുറത്തും? അവർക്കതിന് സമയമില്ല. കാരണം അവർ തിരക്കിലാണ്. പുരോഹിതർ കേവലം സാമൂഹ്യ പ്രവർത്തകർ, സോഷ്യൽ വർക്കേഴ്സായി അധപ്പതിച്ചിരിക്കുന്നു. 12 വർഷങ്ങളിലെ ഒരുവരുടെ സെമിനാരി ജീവിതത്തിൽ നേടിയെടുത്ത ആത്മീയതയും പ്രാർത്ഥനാ ജീവിതവും ചൈതന്യവും വിശുദ്ധിയും എല്ലാം പൗരോഹിത്യ ജീവിതത്തിലേക്ക് പ്രവേശിച്ചു കഴിയുമ്പോൾ അവരുടെ തിരക്കേറിയ ജീവിതത്തിൽ അവർ നഷ്ടപ്പെടുന്നു. അവർ തീർത്തും ഒരു ലോക മനുഷ്യനായി, ജടിക മനുഷ്യനായി അധപ്പതിക്കുന്നു. ഇതാണ് ഇന്നത്തെ പുരോഹിത അവസ്ഥ. ഇതാണ് ഇന്നത്തെ പുരോഹിതൻ. തീർച്ചയായും വിശുദ്ധ ജീവിതം നയിക്കുന്ന പുരോഹിതരുണ്ട്. ഞാൻ കണ്ണട ചെയ്തിട്ടാക്കുകയല്ല. എങ്കിലും നല്ലൊരു ഭൂരിപക്ഷം വൈദികരുടെ സ്ഥിതി ഇതാണെന്ന് സംശയമില്ല. ദൈവബോധവും ദൈവഭയവും ദൈവാശ്രയത്വവും പൂർണ്ണമായി നഷ്ടപ്പെട്ട് ദൈവഭക്തി വെറും ബാഹ്യമായ പ്രകടനമാക്കിയവരാണ് പലരും. എല്ലാം വെറും ചടങ്ങായി, കർമ്മമായി, യാന്ത്രികമായി ചെയ്തു കൂട്ടുന്ന ചേഷ്ടകൾ മാത്രം. അതിനപ്പുറം ആഴമേറിയ ദൈവാനുഭവമോ ആന്തരിക പ്രയോജനമോ ആർക്കും ഇല്ലെന്നുള്ളതാണ് സത്യം. ദൈവത്തോട് ആത്മബന്ധം പുലർത്തുകയും അവരിൽ ആശ്രയിക്കുകയും ശരണം പ്രാപിക്കുകയും ചെയ്ത് ഒരിക്കലും നശിച്ചു പോവുകയില്ല, നശിക്കാൻ ദൈവം അനുവദിക്കുകയില്ല. കർത്താവാണ് എൻ്റെ ഇടയൻ, എനിക്കൊന്നിനും കുറവുണ്ടാവുകയില്ല. സങ്കീർത്തനം 23 അതാണ് വാഗ്ദാനം ചെയ്യുന്നത്. ഒരു പുരോഹിതൻ ആത്മഹത്യ ചെയ്താൽ അതിനെ വാഴ്ത്തിപ്പാടാനും അദ്ദേഹത്തിന്റെ മരണത്തെ ആഘോഷമാക്കുവാനും ഇത് ധാരാളം പേരുണ്ട്. പ്രത്യേകിച്ച് സോഷ്യൽ മീഡിയയിൽ അവരുടെ ജീവിതത്തെക്കുറിച്ച്, അവരുടെ സഹനങ്ങളെക്കുറിച്ച് കവിതകളും കുറിപ്പുകളും കണ്ണീർ കാവ്യങ്ങളും രചിച്ച് ഫേസ്ബുക്കിൽ പോസ്റ്റ് ചെയ്യാൻ കുറെ കൊച്ചന്മാരും അവരുടെ മരണത്തെയും ശവസംസ്കാരത്തെയും അവരുടെ ജീവിതത്തിലെ ചെറുതും വലുതുമായ എല്ലാ സംഭവ വികാസങ്ങളെയും വീറോടും വാശിയോടും മത്സരത്തോടും കൂടെ യൂട്യൂബിൽ അവതരിപ്പിച്ച് തങ്ങളുടെ പോക്കറ്റുകളുടെ ഖനം വർദ്ധിപ്പിക്കാൻ കുറെ യൂട്യൂബ് ചാനലുകളും മാധ്യമങ്ങളും. ഇനിയും ഏതോ ഒരു വൈദികൻ ഫേസ്ബുക്കിൽ കുറിച്ച മറ്റൊരു കഥനകാവ്യം. പുരോഹിതൻ ക്രിസ്തുവിന്റെ പാതയടികളിൽ നടക്കേണ്ടവനാണെന്ന് അറിയാം.
പക്ഷേ എങ്ങും എവിടെയും തടയപ്പെടലുകളും കുറ്റപ്പെടുത്തലുകളും ഏറുമ്പോൾ ഏത് മനുഷ്യനും വീണുപോകും, അല്ലെങ്കിൽ നിസ്സംഗതരാകും. ഇന്ന് ഭൂരിഭാഗം പേര് നിസ്സംഗതയിലേക്ക് പോകുന്നതിന് കാരണം അതാണ്. ഒറ്റപ്പെടലിന്റെ നീർക്കയത്തിൽ പുരോഹിതന്മാരാരും മുങ്ങിത്താരാൻ ഇടവരരുത്. ആയിരിക്കുന്ന ഇടവകകളിൽ പുരോഹിതരെ ചേർത്ത് നിർത്താൻ ഇടവാംഗങ്ങൾ ശ്രമിക്കുക. മകനായി, അനുജനായി, ചേട്ടനായി, ഒരു ഗുണപ്പിറപ്പായി ഓരോ പുരോഹിതനെയും കൊണ്ടു നടക്കുക. ഇതാണ് വൈദികന്റെ മനസ്സിലിരിപ്പെങ്കിൽ ആ ക്രിസ്തുവിന്റെ പുരോഹിതനെ വിളിക്കാൻ യോഗ്യരല്ല. കാരണം നിങ്ങളെ പൗരോഹിത്യത്തിലേക്ക് വിളിച്ചവൻ ക്രിസ്തു. പൗരോഹിത്യ അഭിഷേക ദിനത്തെ നീയുമായി നടത്തിയ ഉടമ്പടി അതല്ല. സ്വന്തം പിതാവിനെയും മാതാവിനെയും ഭാര്യയെയും മക്കളെയും സഹോദരന്മാരെയും സഹോദരിമാരെയും എന്നല്ല ജീവനത്തിനെയും വെറുക്കാതെ എന്റെ അടുത്ത് വരുന്ന ആർക്കും എന്റെ ശിഷ്യനായിരിക്കാൻ സാധിക്കുകയില്ല. സ്വന്തം കുരിശ് വഹിക്കാതെ എന്റെ പിന്നാലെ വരുന്നവന് എന്റെ ശിഷ്യനായിരിക്കാൻ കഴിയില്ല. ഇതാണ് പുരോഹിതനക്ക് ഉണ്ടായിരിക്കേണ്ട യോഗ്യത. ഇതാണ് നിന്നെ പുരോഹിതനായി അഭിഷേകം ചെയ്തവന് നിന്നെക്കുറിച്ചുള്ള വിഭാവന. ആ പുരോഹിതന്റെ ഫേസ്ബുക്ക് സന്ദേശം തുടരുന്നു. എന്തോ എവിടെയോ മനസ്സിലെ കോണിൽ ക്രൂരമായ മൗനം തളം കെട്ടി നിൽക്കുന്നു. ഏതൊരു വികാരത്തിനെയും ഉച്ചസ്ഥായി മൗനമാണ്. ഏതൊരു വികാരത്തിനെയും ഉച്ചസ്ഥായി മൗനമാണോ? വികാരത്തിലെ ഉച്ചസ്ഥായി വിക്ഷോഭം അല്ലെങ്കിൽ വിസ്ഫോടനമാണെന്നാണ് എന്റെ പക്ഷം. രണ്ടായാലും ക്രൂരമായ മൗനം തളം കെട്ടി നിൽക്കുന്ന ആ വികാരത്തിലെ ഉച്ചസ്ഥായിലാണ് പുരോഹിത നീ കർത്താവിനെ കണ്ടെത്തേണ്ടതും. ഉറ്റവരും ഉടയവരും അകലങ്ങളിലും മറിഞ്ഞപ്പോൾ, കൂടെ നടന്നവർ സുഖനിദ്രയിൽ മയങ്ങിയപ്പോൾ, മൗനം തളം കെട്ടിരുന്ന ഗത്സമനയിൽ ഏകാന്തതയുടെയും ഒറ്റപ്പെടലിന്റെയും മനോവേദനയുടെയും വരാൻ പോകുന്ന ഭീകരതയുടെയും ദുഃഖഭാരത്താൽ മനം തകർന്ന് രക്തം ചുടുദിനങ്ങളായി ഇറ്റിറ്റ് വീണു നിറഞ്ഞ ദുഃഖത്തിന്റെ ആ പാനപാത്രം കയ്യിലെടുത്ത് പിതാവേ കഴിയുമെങ്കിൽ ഈ പാനപാത്രം എന്നിൽ നിന്നും മാറ്റിത്തരണമേ നിലവിളിച്ച് കേഴുന്ന ക്രിസ്തുവിനെ നീ കണ്ടെത്തേണ്ടത് അല്ലയോ പുരോഹിത. അങ്ങ് പറഞ്ഞ ആ മൗനം തളം കെട്ടി നിൽക്കുന്ന ഇടങ്ങളിലാണ്, ആ വികാരത്തിന്റെ ഉച്ചസ്ഥായിയിലാണ്. നിലവിളിച്ച് കേട്ടിട്ട് ഒരക്ഷരം മറുപടി ലഭിക്കാതെ എല്ലാ പ്രതീക്ഷകളും എല്ലാ മോഹങ്ങളും താർന്ന് ഞാൻ ഏകനല്ല, കാരണം എന്റെ പിതാവ് എന്നോട് കൂടെയുണ്ട് എന്ന് കരുതിയ സ്വന്തം പിതാവ് ദൈവം പോലും തന്നെ കൈവിടിഞ്ഞു എന്ന് കരുതിയ നിമിഷങ്ങളിൽ എന്റെ ദൈവമേ എന്തുകൊണ്ട് നീ എന്നെ ഉപേക്ഷിച്ചു നിരാശാപൂർണമായ പരിഭവം ഉണർത്തുമ്പോഴും ആ പിതാവിന്റെ തന്നെ കരങ്ങളിൽ തന്നെ ഏൽപ്പിച്ചു കൊടുത്ത ആ ക്രിസ്തുവിനെ അനുകരിക്കുവാനും അനുഗമിക്കുവാനുമാണ് വന്ധ്യ പുരോഹിത നിങ്ങൾക്ക് മാതൃക നൽകി പൗരോഹിത്യത്തിലേക്ക് ക്രിസ്തു നിങ്ങളെ ക്ഷണിച്ചത്. ആരുപേക്ഷിച്ചാലും ആരൊറ്റപ്പെടുത്തിയാലും ഏത് ഏകാന്തയിലും ഏത് ദുഃഖാശയിലും ഏത് തകർച്ചയിലും അസ്വസ്ഥരാകാതെ ദൈവത്തിലും ക്രിസ്തുവിലും വിശ്വസിക്കാൻ ആഹ്വാനം ചെയ്ത ആ ക്രിസ്തുവിലാണ് മനുഷ്യരിൽ അല്ലാതെ ആശ്രയിക്കേണ്ടതും അഭയം തേടേണ്ടതും. ആ ക്രിസ്തുവിന്റെ പാദപീഠത്തെങ്കിലാണ് നീ നിന്റെ ജീവിതം അടിയറ വെക്കേണ്ടത്, അല്ലാതെ ഒരു മുഴുവൻ കയറിലോ ഒരാൾ പാഷാണത്തിലോ അല്ല. വഴിയും സത്യവും ജീവനും ഞാനാണെന്ന് പറഞ്ഞ് പൗരോഹിത്യത്തിന്റെ ജീവിതത്തിലേക്ക് നിന്നെ വിളിച്ച ആ ക്രിസ്തുവാണ് നിനക്ക് ജീവിതം. നിന്റെ വഴിയും അഴിത്താരെയും അവൻ തന്നെ. ജീവിതത്തിന്റെ സൗഭാഗ്യങ്ങളിലേക്കും സന്തോഷങ്ങളിലേക്കും സമൃദ്ധിയിലേക്കും സുരക്ഷിതത്തിന്റെ മണിമന്ദിരത്തിലേക്കും അല്ല ക്രിസ്തു നിന്നെ വിളിച്ചത്. കുറുനരികൾക്ക് മാളങ്ങളും ആകാശപ്പറവകൾക്ക് കൂടുകളുമുണ്ട്, എന്നാൽ മനുഷ്യത്വം തലചായ്ക്കാൻ ഇടമില്ല. ഈ ദാരിദ്ര്യ കൂട്ടിലേക്കാണ് അവൻ നിന്നെ ക്ഷണിച്ചത്. അടിച്ചവർക്ക് പുറവും താടിമീശ പറിച്ചവർക്ക് കൗളുകളും ഞാൻ കാണിച്ചു കൊടുത്തു. നിന്ദയിൽ നിന്നും തുപ്പലിൽ നിന്നും ഞാൻ മുഖം തിരിച്ചില്ല. ദൈവമായ കർത്താവിനെ സഹായിക്കുന്നതിനാൽ ഞാൻ പതറുകയില്ല. ഞാൻ എന്റെ മുഖം ശിലാതുല്യമാക്കി. എനിക്ക് ലജ്ജിക്കേണ്ടി വരികയില്ലെന്ന് ഞാൻ അറിയുന്നു. എനിക്ക് നീതി തരുന്നവൻ എന്റെ അടുത്തുണ്ട്. ഈ മനോഭാവത്തിലേക്കും ദൈവാസത്തിലേക്കും ദൈവത്തിലുള്ള ദൃഢവിശ്വാസത്തിലേക്കുമാണ് ക്രിസ്തു നിന്നെ ക്ഷണിച്ചത്. പീഡിതത്തിന്റെ ആത്മാവിനെ അല്ല ദൈവം നമുക്ക് നൽകിയത്, ശക്തിയുടെയും സ്നേഹത്തിന്റെയും ആത്മനിയന്ത്രണത്തിന്റെയും ആത്മാവിനെയാണ്. നാം ഉറച്ചു നിൽക്കുന്നുവെങ്കിൽ അവനോട് കൂടെ വാഴും. നാം അവനെ നിഷേധിക്കുന്നെങ്കിൽ അവൻ നമ്മെ നിഷേധിക്കും. അല്ലയോ പുരോഹിത, ഇതായിരിക്കണം ക്രിസ്തുവുള്ള അതിന്റെ ജീവിത ദർശനവും. നിങ്ങൾ പുരോഹിതരായിരിക്കുന്നത് നിങ്ങളുടെ അർഹതയോ യോഗ്യത കൊണ്ടല്ല, പൗരോഹിത്യം നിങ്ങളുടെ അവകാശവുമല്ല. നിങ്ങൾ പുരോഹിതരായിരിക്കുന്നത് നിങ്ങളെ വിളിച്ചവന്റെ ഔദാര്യം ഒന്നുകൊണ്ട് മാത്രമാണ്. ഇതാണ് കത്തോലിക്ക സഭയുടെ മതബോധ ഗ്രന്ഥം പഠിപ്പിക്കുന്നത്. ആത്മഹത്യ ഒന്നിനും പരിഹാരമല്ല, അത് പരാജയത്തിന്റെ സുവിശേഷമാണ്. ക്രിസ്തു നിന്നെ വിളിച്ചത് പുരോഹിത ജേതാവായിരിക്കാനാണ്. ലോകത്തിൽ നിങ്ങൾക്ക് ഞെരുക്കമുണ്ടാവും, എങ്കിലും ധൈര്യമായിരിക്കുവിൻ, ഞാൻ ലോകത്തെ കീഴടക്കിയിരിക്കുന്നു. ഇതാണ് ക്രിസ്തു നിങ്ങളിൽ നിന്ന് ആവശ്യപ്പെടുന്നത്. ലോകത്തെയും അതിന്റെ മോഹങ്ങളെയും കീഴടക്കുവാൻ, ജഡത്തെയും അതിന്റെ അഭിലാഷങ്ങളെയും അതിജീവിക്കുവാൻ, പിശാചിന്റെ കുലതന്ത്രങ്ങളെയും പരാജയപ്പെടുത്തുവാൻ. ഓരോരുത്തർക്കും സ്വന്തം പ്രവർത്തിക്കാൻ സ്വന്തം പ്രതിഫലം നൽകാനാണ് ഞാൻ വരുന്നത്. വിജയം വരിക്കുന്നവരെ എന്നോടൊത്ത് എന്റെ സിംഹാസനത്തിൽ ഞാൻ ഇരുത്തും. പരാജയപ്പെട്ടാലോ അത് ഹെബ്രായ ലേഖനത്തിന്റെ 10-ാം അധ്യായത്തിൽ എഴുതി വെച്ചിട്ടുണ്ട്. സത്യത്തെ സംബന്ധിച്ച പൂർണ്ണമായ അറിവ് ലഭിച്ചതിന് ശേഷം മനഃപൂർവ്വം നാം പാപം ചെയ്യുന്നുവെങ്കിൽ പാപങ്ങൾക്ക് വേണ്ടി അർപ്പിക്കപ്പെടുവാൻ പിന്നെ മറ്റൊരു ബലി അവശേഷിക്കുന്നില്ല. മറിച്ച് ഭയങ്കരമായ ന്യായവിധിയുടെ സംഭീതമായ കാത്തിരിപ്പും
ശത്രുക്കളെ വിഴുങ്ങിക്കളയുന്ന അഗ്നിയുടെ ക്രോധവും മാത്രമേ ഉണ്ടായിരിക്കൂ. ദൈവത്തിനെ പുച്ഛിച്ചു തള്ളുകയും തന്നെ ശുദ്ധീകരിച്ച പുതിയ ഉടമ്പടി രക്തത്തെ അശുദ്ധമാക്കുകയും ക്രമേണ ആത്മാവിനെ അവമാനിക്കുകയും ചെയ്തവന് ലഭിക്കുന്ന ശിക്ഷ എത്ര കഠോരമായിരിക്കും എന്നാണ് നിങ്ങൾ കരുതുന്നത്? ജീവിക്കുന്ന ദൈവത്തിന്റെ കയ്യിൽ ചെന്ന് വീഴുക വളരെ ഭയാനകമാണ്. അധ്യായം 10, 26 വചനങ്ങൾ. ആത്മഹത്യ പ്രവണതയുള്ള പുരോഹിതർ ഈ വചനങ്ങൾ ഓർമ്മയിൽ വെച്ചേക്കുക. ദൈവം നമ്മെ സമർത്ഥമായി അനുഗ്രഹിക്കട്ടെ. നന്ദി, നമസ്കാരം. പ്രൈസ് ദി ലോർഡ്.